ഹലോ ഫ്രണ്ട്സ്, നമ്മളിന്ന് പോകാൻ പോകുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ പശ്ചിമഘട്ട മലനിരയുടെ താഴ്വാരത്ത് ഒരു മലയുടെ മുകളിൽ ഒരു ക്ഷേത്രമുണ്ട്. അടിപൊളിയാണ്. പ്രകൃതിയും അതുപോലെ ക്ഷേത്രവും ഇണങ്ങി നിൽക്കുന്ന ഒരു സ്ഥലമാണ് ഈ തിരുമലക്കോയിൽ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ യാത്ര തിരുമലക്കോയിലേക്കാണ്. വൈകുന്നേരം ആദ്യമായിട്ടാണ് ഞാൻ തിരുമലക്കോയിൽ പോകുന്നത് കേട്ടോ. രാവിലെയും അതുപോലെ നട്ടുച്ചയ്ക്ക് ഞാൻ പോയിട്ടുണ്ട്. വൈകുന്നേരം ഇപ്പോൾ സമയം എന്ന് പറഞ്ഞാൽ 5:30 ആയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വൈകുന്നേരത്തെ കാഴ്ചകൾ എന്താണെന്ന് ഞാൻ കണ്ടിട്ടില്ല. അപ്പം നമുക്ക് ഒരുമിച്ച് കാഴ്ചകൾ കാണാം. നമ്മളിപ്പം കാണുന്നത് ചെങ്കോട്ടയിലെ റെയിൽവേ ക്രോസ് ആട്ടോ. ട്രെയിനൊക്കെ പാസ് ചെയ്ത് പോയി. നല്ല ട്രാഫിക് ബ്ലോക്ക് ഉണ്ട്. ഇവിടെയൊക്കെ മേൽപ്പാലം വരേണ്ട സമയം കഴിഞ്ഞു. എന്നാലും ഈ ട്രെയിൻ ഇങ്ങനെ പോകുന്ന കാണാൻ നല്ല രസമാണ്, നല്ല ഭംഗിയാണ്. എന്തായാലും എനിക്കത് കാണാൻ പറ്റിയില്ല. ഞാൻ കുറച്ച് ലേറ്റായിപ്പോയി ഇവിടെ എത്താൻ. പക്ഷേ ഭയങ്കര ട്രാഫിക് കുരുക്കാണ് കേട്ടോ. ഇനി എങ്ങനെയാണ് അപ്പുറത്ത് പോകുന്നതെന്ന് അറിയാം. ഇവിടുന്ന് ഇടത്തോട്ട് പോയ ചെങ്കോട്ട റെയിൽവേ സ്റ്റേഷനാണ്. അപ്പോൾ അതിൻ്റെയും തിരക്കുണ്ട്. ട്രെയിൻ വന്നു കഴിഞ്ഞല്ലേ ഉള്ളൂ. അപ്പോൾ ആൾക്കാർ പോകുന്നതിൻ്റെയും വരുന്നതിൻ്റെയും ഒക്കെ തിരക്കാണ്. ട്രാഫിക് ബ്ലോക്കിൽ നമ്മൾ എങ്ങനെയോ രക്ഷപ്പെട്ട് എന്തായാലും ഇപ്പം റോഡ് നല്ല കാലിയായിട്ട് കിടപ്പുണ്ട്. ഈ വഴി കൂടെ കുറേ സ്ഥലത്ത് പോകാൻ പറ്റും. അച്ചൻകോവിൽ, തിരുമലക്കോവിൽ, വടകര, അതുപോലെ കടയനല്ലൂർ പോലെ ഷോർട്ട് കട്ട് വഴിയാട്ടോ ഇത്. അപ്പം കടയനല്ലൂർ ആരെങ്കിലും പോകാൻ ഉണ്ടെങ്കിൽ ഈ വഴി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, എളുപ്പമായിരിക്കും. പിന്നെ മേക്കര എന്ന് പറയുന്ന സ്ഥലം, അത് അച്ചൻകോവിൽ പോകുന്ന റൂട്ടിലാണ് ഈ മേക്കര എന്ന് പറഞ്ഞാൽ നമ്മുടെ കൊല്ലങ്കോട്, പാലക്കാടിൻ്റെ കൊല്ലങ്കോട് പോലെ തോന്നിക്കുന്ന ഒരു അടിപൊളി സ്ഥലമാണ് ഈ മേക്കര. അവിടെ ഒരു ഡാമുണ്ട്, അടവിനാന ഡാം എന്നാണ്. ഈ ഡാം ഒരു നദിയെ ആശ്രയിച്ച് കെട്ടിയ ഡാമൊന്നുമല്ല, കേരളത്തിലെ മഴയെ ആശ്രയിച്ച് കെട്ടിയ ഒരു ഡാമാണ്. കേരളത്തിൽ നല്ല രീതിയിൽ മഴയുള്ള സമയത്ത് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഈ ഡാമിന് ഷട്ടർ ഇല്ലാത്തതുകൊണ്ടും കവിഞ്ഞൊഴുകുന്ന കാണാൻ നല്ല ഭംഗിയാണ്. അങ്ങനെ നമ്മൾ ഇവിടെ നിന്ന് രണ്ടായിട്ട് തിരിയും കേട്ടോ. നേരെ പോയാൽ നമുക്ക് അച്ചൻകോവിൽ മേക്കര പോകുന്നതും ഇടത്തോട്ട് തിരിയുന്നത് തിരുമലക്കോവിലാണ്. ഇവിടുന്ന് 3 കിലോമീറ്ററാണ് തിരുമലക്കോവിൽ. ഇവിടെ സൈഡ് ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ ഈ റോഡും കൂടെ കയറിയപ്പോഴും തന്നെ ചെറിയ ചെറിയ അമ്പലങ്ങളൊക്കെ കാണാൻ പറ്റും. തമിഴ്നാട് ശൈലിയിലുള്ള ക്ഷേത്രങ്ങൾ കാണാൻ നല്ല ഭംഗിയാണ്. എന്നുവെച്ചാൽ കൊത്തുപണികളുള്ള ക്ഷേത്രമാണ്. പിന്നെ അതിന് അനുസരിച്ചുള്ള കളറും കൂടി കൊടുക്കുമ്പോൾ അതൊരു പ്രത്യേക എടുപ്പായിരിക്കും. അല്ലു അർജുൻ അഭിനയിച്ച പുഷ്പ എന്ന് പറയുന്ന മൂവിയുടെ ഒരു ലൊക്കേഷനായിരുന്നു തിരുമലക്കോയിൽ. മൂവിയിൽ ഒരു സോങ്ങിൽ അല്ലു അർജുൻ ഒരു പാറപ്പുറത്ത് ഡാൻസ് കളിക്കുന്ന ഒരു സീനുണ്ട്. അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്നത് തിരുമലക്കോയിലാണ്. അപ്പോൾ നമ്മൾ നേരെ പോകുന്നത് ആ പാറയിലേക്കാട്ടോ. ഈ പാറയുടെ മുകളിൽ വെച്ചാണ് അല്ലു അർജുൻ പുഷ്പ മൂവിയിൽ ഡാൻസ് കളിച്ചത്. മനോഹരമായ ഒരു പാറയും അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്ന തിരുമലക്കോയിലും കണ്ടിട്ട് നമ്മൾ നേരെ പോകുന്നത് തിരുമലക്കോയിൽ ക്ഷേത്രത്തിലേക്കാണ് പോകുന്നത്. മുകളിലോട്ട് കയറാൻ വേണ്ടി നമുക്ക് ഇവിടെ 2 മാർഗ്ഗമുണ്ട്. ഒന്ന് നമുക്ക് സ്റ്റെപ്പ് വഴി പോവാം, മറ്റേത് നമ്മൾ ഏത് വാഹനത്തിലാണോ വരുന്നത് ആ വാഹനം മുകളിൽ പാർക്ക് ചെയ്യാനുള്ള സൗകര്യം ഇവിടെ ഉണ്ട്. പണ്ടൊക്കെ ആണെങ്കിൽ നമ്മൾ ഇവിടെ എവിടെയെങ്കിലാണ് പാർക്ക് ചെയ്തിട്ട് നമ്മൾ സ്റ്റെപ്പ് വഴിയാണ് പോകേണ്ടത്. ബൈക്കിന് നമ്മൾ മുകളിൽ പാർക്ക് ചെയ്തതിനും ഉൾപ്പെടെ നമുക്ക് ഈ വഴി പോകുന്നതിന് 20 രൂപയാണ് ചാർജ്. തിരുമലക്കോയിൽ എന്ന് പറയുന്ന ക്ഷേത്രത്തിൻ്റെ പ്രത്യേകത ഇതൊക്കെയാണ് കേട്ടോ. കാരണം പടി കയറി മുകളിൽ ചെല്ലുന്നവർക്ക് അങ്ങനെ പോവാം. സ്വന്തം വണ്ടിയിൽ നമുക്കിങ്ങനെ ഹെയർ പിന്ന് കയറി കറങ്ങി നമുക്ക് ക്ഷേത്രത്തിൻ്റെ മുകളിൽ ചെല്ലാൻ പറ്റും. ഈ വഴി പോകുന്ന ഒരു പ്രത്യേക ഒരു ഫീലാണ്. കാരണം എത്ര വട്ടം കണ്ടാലും എത്ര വട്ടം വന്നാലും നമുക്ക് മടുപ്പ് തോന്നാത്ത ഒരു സ്ഥലമാണ് തിരുമലക്കോയിൽ. എന്നും പറഞ്ഞ് ക്ഷേത്രത്തിൽ വരുന്ന ഒരിക്കലും മടുപ്പെന്നല്ല ഞാൻ പറഞ്ഞത്. ഈ വഴി ഒരിക്കലും നമുക്ക് എന്താ പറയുക, ഇവിടുന്ന് തിരിച്ചു പോകാനോ ഒന്നും തോന്നില്ല. അത്രയ്ക്ക് നല്ല അടിപൊളി സ്ഥലമാണ്.
പശ്ചിമഘട്ട മലനിരകളാണ് നമ്മൾ കാണുന്നത്, വയലുകൾ. അതേപോലെ മേക്കര ഡാം നമുക്ക് കാണാൻ പറ്റും. മേക്കര പ്രദേശങ്ങളൊക്കെ നമുക്ക് ഇവിടുന്ന് കാണാൻ പറ്റും. വൈകുന്നേരം ഇപ്പം 6 മണി ആയിട്ടുണ്ട് സമയം. രാവിലെ വന്നിട്ടുണ്ട്, വെളുപ്പാങ്കാലത്തൊക്കെ ഞാൻ ഇവിടെ വന്നിട്ടുണ്ട്. ഒരു 5:30-6 മണി സമയത്ത് വന്ന സമയത്തൊക്കെ ഇവിടെ നല്ല കോടമഞ്ഞാണ്. പിന്നെ നല്ല കാറ്റും നല്ല തണുത്ത കാറ്റാണ് അടിക്കുന്നത്. പിന്നെ വരുന്നവരെ കൂടുതലും ഈ വഴിയാണ് ചൂസ് ചെയ്യാറുള്ളത്. ഇപ്പോഴുള്ള ആൾക്കാർ ഇങ്ങനെ സ്റ്റെപ്പ് കയറിയൊന്നും പോകാൻ അവർക്ക് ഇങ്ങനെ റോഡ് കിടക്കപ്പം എന്തായാലും അവർ മനസ്സ് അനുവദിക്കത്തില്ല. അഥവാ ഇനി സ്റ്റെപ്പ് കയറി പോകുന്നവർ നേർച്ചയോ അങ്ങനെയുള്ളവരൊക്കെ ആയിരിക്കാം സ്റ്റെപ്പ് കയറി പോകുന്നത്. എന്തായാലും ഒരു രക്ഷയില്ലാത്ത ഈ തമിഴ്നാടുകാരെ സമ്മതിക്കണം. പണ്ടൊന്നും ഈ റോഡൊന്നും ഇല്ല, അല്ല ഇങ്ങനെയൊക്കെ നമ്മൾ വിചാരിച്ചതുപോലുമല്ല ഇങ്ങനെയൊക്കെ റോഡ് വരുമെന്ന്. എന്തായാലും വന്നപ്പോൾ ഒരു ഒന്നൊന്നര സംഭവമായി മാറിയിട്ടുണ്ട് കേട്ടോ. കാരണം സത്യം പറഞ്ഞാൽ ഇവർക്കൊരു വരുമാനം കൂടാണിത്. ഹെയർപിന്ന് കയറി നമ്മളിപ്പോൾ നിൽക്കുന്നത് തിരുമലക്കോവിൽ ക്ഷേത്രത്തിലാണ്, ടോപ്പിലാണ് നിൽക്കുന്നത്. പിന്നെ ഇവിടെ വരുന്നവർക്ക് ക്ഷേത്രത്തിൽ തൊഴുന്നവർക്ക് ക്ഷേത്രത്തിൽ തൊഴുവാം, വ്യൂ കാണുന്നവർക്ക് വ്യൂ കാണാം. പിന്നെ ഇവിടുത്തെ അത്ഭുതം എന്ന് പറഞ്ഞാൽ ഈ കാണുന്ന ചിറയാണ്, നിറയെ വെള്ളമാണ്. ഇത്രയും ഒരു മലയുടെ മുകളിൽ വിശാലമായൊരു ചിറയും അതിൽ നിറയെ വെള്ളവും മാരകമാണ് കേട്ടോ. ഒരു രക്ഷയില്ലാത്ത അടിപൊളിയൊരു ക്ഷേത്രമാണ് ഈ തിരുമലക്കോവിൽ. എന്തായാലും തിരുമലക്കോവിൽ വൈകുന്നേരം വന്ന് എന്തായാലും നന്നായി. ഞാൻ രാവിലെ വന്നിട്ടുണ്ട്, രാവിലെ നല്ലതാണ്. പക്ഷെ വൈകുന്നേരം കുറച്ചും കൂടി നല്ലതാണെന്ന് എനിക്ക് തോന്നുന്നത്. കാരണം നല്ല തണുത്ത കാറ്റും പിന്നെ നമുക്ക് എവിടെ നോക്കിയാലും എന്താ പറയുക, നമ്മൾ ഈ മാനത്ത് നക്ഷത്രങ്ങൾ ഉദിച്ച് നിൽക്കുന്ന പോലെ നമുക്ക് ഈ ലൈറ്റുകൾ കാണാൻ പറ്റുന്നത്. ഇതുപോലെ നല്ല തണുപ്പുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ യാത്രകളൊന്നും അവസാനിക്കുന്നില്ല, അടുത്ത യാത്രകൾ നമുക്ക് കാണാം.